രണ്ടാഴ്ച മുൻപ് വരെ കൊണ്ടും കൊടുത്തും നീങ്ങിയവർ, വ്യക്തിഹത്യകളില്ലാതെ പരസ്പരം വെല്ലുവിളിച്ചവർ. ഫലമറിയാനുള്ള കാത്തിരിപ്പിനിടെ സ്ഥാനാർത്ഥികൾ ഒരേ വേദിയിലെത്തിയപ്പോൾ കഴിഞ്ഞതെല്ലാം മറന്ന് മധുരം നുണഞ്ഞു. പരസ്പരം മധുരം കൈമാറി. കേരള കാർട്ടൂൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ എറണാകുളം ദർബാർ ഹാളിൽ തുടങ്ങിയ തിരഞ്ഞെടുപ്പുകാല കാർട്ടൂൺ പ്രദർശനത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് രാഷ്ട്രീയ വൈരമെല്ലാം മധുരത്തിൽ അലിഞ്ഞത്. ഷൈൻ ടീച്ചർ വളരെ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ പോലെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ അനുസ്മരിക്കുകയാണ്. അങ്ങനെ പുതുതായിട്ടൊരാൾ വന്നതാണ് എന്ന് തോന്നാത്ത വിധത്തിൽ തന്നെ പ്രവർത്തിച്ചു. പിന്നെ ഹൈബി ആണെങ്കിൽ എനിക്ക് എൻ്റെ മകനെ പോലെ തന്നെ പ്രിയപ്പെട്ടവനാണ്. അവൻ്റെ അച്ഛനുമായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത്. വേദിയിൽ രാഷ്ട്രീയം ഉയർന്നതേയില്ല. നേതാക്കന്മാർ അത്തരം ഒരു ശരിക്കും രക്ഷിതാക്കളെ പോലെ ഒരു ശാഠ്യം പിടിക്കുന്ന കുഞ്ഞിനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാനാവാത്തത്. തെരഞ്ഞെടുപ്പ് കാല വിശേഷങ്ങൾ മാത്രം പങ്കുവെച്ച് സ്ഥാനാർത്ഥികൾ പറഞ്ഞ കമന്റാണ്, അയ്യോ സാറേ സാറിൻ്റെ ഒരു വോട്ട് പോയല്ലോ. ഞാനൊരു സെക്കൻഡിന് അവരുടെ വെറും നിർദോഷമായ എന്നാ പറയുക 101% ആത്മാർത്ഥതയിൽ അതിലൊക്കെ പറഞ്ഞു പോയതാണ് അവർ. അല്ലാതെ അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചതിൽ വിഷമമില്ലാഞ്ഞിട്ടോ സങ്കടമില്ലാഞ്ഞിട്ടോ ഒന്നുമില്ല. പക്ഷെ എന്നെ കണ്ടപ്പോൾ അവരവരുടെ വികാരം പ്രകടിപ്പിച്ച ആ രീതിയിലാണ്. കൊച്ചി മേയർ എം അനിൽകുമാർ തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.